തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ കെട്ടിടത്തിന് തീപിടിച്ചു. പ്രമുഖ വസ്ത്രശാലയുടെ ഗോഡൌണിനാണ് തീപിടിച്ചത്. 15 ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ്. ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേർന്നു. ജിതിൻ, രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? എന്തൊക്കെയാണ് പുതിയ മറ്റു വിവരങ്ങൾ? തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിരിക്കുന്നു. അതേസമയം തന്നെ തീ പൂർണ്ണമായും കെടുത്താനായിട്ടില്ല. നേരത്തെ ഉണ്ടായിരുന്ന രീതിയിലുള്ള വലിയ രീതിയിലുള്ള ആശങ്ക ഇപ്പോൾ നിലനിൽക്കുന്നില്ല. നേരത്തെ ഗോഡൌണിൽ നിന്നും വലിയ രീതിയിലുള്ള പുകപടലങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നു. അത് ഇപ്പോൾ വളരെയധികം കുറഞ്ഞിട്ടുണ്ട്. ഇതിലൂടെ തീ നിയന്ത്രണ വിധേയമാക്കിയിരിക്കുന്നു എന്നത് വ്യക്തമാവുകയാണ്. അതേസമയം തീ ഇപ്പോഴും ഗോഡൌണിൻ്റെ പല ഭാഗങ്ങളിലും ഇപ്പോഴും തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് അണയ്ക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വിമാനത്താവളത്തിൽ നിന്നും എത്തിയ ഫയർഫോഴ്സിൻ്റെ അത്യാധുനിക വാഹനത്തിൽ നിന്നുള്ള പൈപ്പ് മുകളിലേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുവഴി തീ നിലവിൽ കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് വെള്ളമടിച്ച് തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. നേരത്തെ തന്നെ ഒട്ടേറെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ, ജില്ലയിലെ ഒട്ടുമിക്ക ഫയർഫോഴ്സ് യൂണിറ്റുകളും എന്ന രീതിയിൽ ഇവിടെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തിക്കഴിഞ്ഞിരുന്നു. 18ഓളം ഫയർഫോഴ്സ് യൂണിറ്റുകൾ നിലവിൽ സ്ഥലത്തുണ്ട്. വിമാനത്താവളത്തിൽ നിന്നുള്ള അത്യാധുനിക അഗ്നിശമന വാഹനവും ഒപ്പം തന്നെ ISROയുടെ 3 അധിക ഫയർഫോഴ്സ് യൂണിറ്റുകളും എത്തിയിരുന്നു. ഊർജിതമായ തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങളാണ് വളരെ സമയമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഗോഡൌണിൻ്റെ 1ാം നിലയിൽ നിന്നും 3ാമത്തെ നില വരെ തീ പടർന്നു പിടിക്കുകയായിരുന്നു. തുണി ആയതുകൊണ്ട് തന്നെ തട്ടായി സൂക്ഷിച്ചിരുന്ന തുണികളെല്ലാം തന്നെ കത്തി നശിച്ചുകൊണ്ട് അത് ഗോഡൌൺ മുഴുവനായി കത്തുന്ന സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. തുണികളിൽ പെട്ടെന്ന് തീ പടർന്നു പിടിച്ചതിനാൽ തന്നെ തീ ആദ്യ സമയത്ത് തീ നിയന്ത്രണ വിധേയമാക്കാൻ നന്നേ പാടുപെടേണ്ടി വന്നു. വളരെ ശ്രമകരമായാണ് ഫയർഫോഴ്സ് ജീവനക്കാർ ഫയർഫോഴ്സിൻ്റെ വെള്ളമടിക്കാനുള്ള പൈപ്പുകൾ 3ാം നിലയിലേക്ക് എത്തിച്ചത് തന്നെ. അതാണ് ഒരു വലിയ വെല്ലുവിളിയായി തീ അണയ്ക്കാനുള്ള പ്രവർത്തനത്തിൽ ഫയർഫോഴ്സിന് മുന്നിൽ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്ന് തീ നിയന്ത്രണ വിധേയമാക്കാനായെങ്കിലും ഇപ്പോഴും തീ പൂർണ്ണമായും അണയ്ക്കാനായിട്ടില്ല എന്നതാണ് ഏറ്റവും പുതുതായി നമുക്ക് നൽകാനുള്ള വിവരം. പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ സമീപത്തുള്ള രാജധാനി ബിൽഡിങ്ങിലാണ് ഈ വസ്ത്രവ്യാപാരശാലയുടെ ഗോഡൌൺ സ്ഥിതി ചെയ്യുന്നത്. ടൈലറിംഗ് യൂണിറ്റിനോട് ചേർന്നാണ് ഈ ഗോഡൌൺ ഉള്ളത്. ടൈലറിംഗ് യൂണിറ്റിലുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീ പിടിക്കാനുള്ള കാരണമെന്നാണ് പ്രാഥമികമായുള്ള വിവരങ്ങൾ. തീ 1ാം നിലയിൽ നിന്നും പടർന്നു പിടിച്ച് 3ാം നില വരെ എത്തുകയായിരുന്നു എന്നാണ് നമുക്ക് നിലവിൽ ലഭിക്കുന്ന വിവരം. 3ാം നില ആസ്പെറ്റോ ഷീറ്റുകളും ഓടും മറ്റും കൊണ്ടാണ് 3ാം നിലയുടെ മേൽക്കൂരയുള്ളത്. തീ പടർന്ന് വലിയ രീതിയിൽ തീ കത്തിയിരുന്ന സമയത്ത് ഈ ഓടും ആസ്പെറ്റോ ഷീറ്റുകളും മറ്റും പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമുണ്ടായി. വലിയ ഭീതിതമായൊരു അന്തരീക്ഷമാണ് ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഈ ഗോഡൌണിനകത്തെ മറ്റ് വസ്തുക്കളും പൊട്ടിത്തെറിക്കുന്ന സാഹചര്യമുണ്ടായി. വാതക ചോർച്ചയും ഗോഡൌണിനകത്ത് ഉണ്ടായത് ആ സമയത്ത് വലിയ രീതിയിലുള്ള ആശങ്ക ഉണർത്തിയിരുന്നു. അതേസമയം തന്നെ ഇന്ന് അവധി ദിനമായതിനാൽ, ഞായറാഴ്ച ആയതിനാൽ ഗോഡൌണിനകത്ത് ആരും തന്നെ ഇല്ലായിരുന്നു, ആളുകളൊന്നും തന്നെ ഇല്ലായിരുന്നു. ഇത് വലിയ രീതിയിലുള്ള ആശങ്ക, ആളപായം ഉണ്ടായേക്കുമോ എന്ന ആശങ്ക ഒഴിവാക്കാനായി. ഒപ്പം തന്നെ ഈ ഗോഡൌണിനോട് ചേർന്ന മറ്റ് ബിൽഡിങ്ങുകളൊന്നും തന്നെ ഇല്ലാത്തതിനാൽ അത് സമീപത്തെ കെട്ടിടങ്ങളിലേക്ക് തീ പടർന്നു പിടിക്കുന്ന സാഹചര്യവും ഒഴിവാക്കി. എന്തായാലും ഇപ്പോൾ വ്യവസായ മന്ത്രി EP ജയരാജനും സംഭവ സ്ഥലത്ത് എത്തിച്ചേർന്നിട്ടുണ്ട്. അദ്ദേഹം സ്ഥിതിഗതികൾ വിലയിരുത്താനും രക്ഷാപ്രവർത്തനങ്ങൾക്കും തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾക്കും നേതൃത്വം നൽകുന്നതിനായാണ് അദ്ദേഹം എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തോട് നമുക്ക് കാര്യങ്ങൾ ചോദിക്കാം. നമ്മൾ തീ അണക്കട്ടെ, തീ പടരാതിരിക്കട്ടെ, തീ അണക്കട്ടെ. അതിനകത്താരും ഇതിപ്പോൾ ആരും കുടുങ്ങിയിട്ടൊന്നുമില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ആദ്യം തീ അണക്കുക, അതിനുശേഷം ബാക്കി കാര്യം ആലോചിക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു ഉപകാരം, ഈ പബ്ലിക് ഇങ്ങോട്ട് തള്ളിക്കയറി വന്നിട്ട് ഇവരെ ബുദ്ധിമുട്ടിക്കരുത്. അപ്പോൾ അത് ഒന്ന് കൺട്രോൾ ചെയ്യാൻ എല്ലാവരും കൂടെയൊക്കെ സഹകരിക്കുക. ഇപ്പം തീ പടരുന്നത് ലിമിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്, അതിനെ തടഞ്ഞിട്ടുണ്ട്. എല്ലാ സുരക്ഷിത ഏർപ്പാടുകളും ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. ആവശ്യമുള്ള പോലീസും അതുപോലെ തന്നെ ഫയർ സർവീസും എല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് കേന്ദ്രീകരിക്കാൻ പറ്റുന്ന മുഴുവൻ ഫോഴ്സ് കൂടിയുണ്ട്. ആവശ്യമുള്ള അത്ര തയ്യാറെടുപ്പ് ഇവിടെയുണ്ട്. അതുകൊണ്ട് വേറെ ആരും ആശങ്കപ്പെടാനില്ല. ആരും ഇവിടെ കുടുങ്ങിപ്പോയിട്ടില്ല, ഒരു ജീവഹാനി സംഭവിച്ചിട്ടില്ല. ഇപ്പോൾ സേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഈ സർവീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ തീ അണക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ ഈ പുക ശ്വസിച്ചിട്ടാണെന്ന് തോന്നുന്നു. അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അവർ അല്പം ഒരു അൺകോൺഷ്യസായി, അതുകൊണ്ട് ആംബുലൻസിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ബാക്കിയെല്ലാം ഇപ്പോൾ കൺട്രോൾഡാണ്. ഇപ്പോൾ കൺട്രോൾഡാണ്.
ഇപ്പോൾ കത്തിക്കൊണ്ടിരിക്കുന്നതിനെ തടഞ്ഞിരിക്കുകയാണ്. വ്യാപിക്കുന്നത് തടഞ്ഞിട്ടുണ്ട്. അതിനകത്ത് ഉള്ളതിനെ അണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സ്വീകരിച്ചു വരികയാണ്. വളരെ കൺട്രോൾഡാണ്. എല്ലാ കാര്യങ്ങളും വളരെ നല്ല നിലയിൽ ഫോഴ്സും ഫയർഫോഴ്സും പോലീസും ആക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഉറപ്പുവരുത്തിയിട്ടുണ്ട്. വളരെ കൺട്രോൾഡ് ആണെന്നുള്ളതും ആരുമില്ലെന്നുള്ളതും വളരെ പരീക്ഷിച്ചും പരിശോധിച്ചും ഒക്കെ എത്തിയിട്ടുള്ള നിഗമനങ്ങളാണ്. ഇതിനകത്ത് വളരെ സേവനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മറിയ, വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ നിലവിൽ തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു. അതേസമയം തന്നെ അല്പം കൂടെ തീ കെടുത്താനുണ്ട്. പൂർണ്ണമായി തീ കെടുത്താൻ ഇതുവരെ ആയിട്ടില്ല. അതിനുള്ള തീവ്രമായ ശ്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എങ്കിലും തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്നത് തന്നെയാണ് ആശ്വാസകരമായ ഒരു കാര്യം. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള ദ്രുതഗതിയിലുള്ള സമയോചിതമായ ഇടപെടലാണ് ഈ അപകടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ ആയത്. തീ പിടിച്ച മിനിറ്റുകൾക്കകം തന്നെ ഫയർഫോഴ്സ് യൂണിറ്റുകൾ 4 ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. പിന്നീട് കൂടുതൽ ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി ഊർജിതമായ പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. കൂടുതൽ ഫയർഫോഴ്സ് സേനാംഗങ്ങൾ സംഭവ സ്ഥലത്തെത്തി. കൂടുതൽ പോലീസ് സേനാംഗങ്ങളും സംഭവ സ്ഥലത്തെത്തി. ജനപ്രതിനിധികൾ എല്ലാം തന്നെ ആ സമയത്ത് തന്നെ തീ പിടുത്തമുണ്ടായി. അല്പസമയത്തിനകം തന്നെ ജനപ്രതിനിധികൾ എല്ലാം സംഭവ സ്ഥലത്ത് എത്തി തുടങ്ങിയിരുന്നു. മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ളവർ ആ സമയത്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനായി സംഭവ സ്ഥലത്ത് എത്തിയിരുന്നു. പിന്നീട് ഉന്നതോദ്യോഗസ്ഥരെല്ലാം തന്നെ ഇങ്ങോട്ട് എത്തുകയുണ്ടായി. ഫയർഫോഴ്സ് മേധാവി അടക്കമുള്ളവർ, ഫയർഫോഴ്സ് മേധാവി ഹേമചന്ദ്രൻ, ഒപ്പം തന്നെ കളക്ടർ, കമ്മീഷണർ അടക്കമുള്ള ഉന്നത ഫയർഫോഴ്സ് പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ സംഭവ സ്ഥലത്തെത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ഇത്തരത്തിൽ ഊർജിതമായി നടന്ന തീ അണയ്ക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഫലമായാണ് തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാക്കാനായിട്ടുള്ളത്. ഇനി നിലവിൽ തീ കത്തിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് അവിടങ്ങളിൽ പോലും തീ പൂർണ്ണമായി അണയ്ക്കുക എന്ന ജോലിയാണ് ഫയർഫോഴ്സിന് മുന്നിലുള്ളത്. പ്രധാനമായും മുകളിലത്തെ നിലയിലായതിനാൽ അങ്ങോട്ട് വെള്ളം എത്തിക്കുക എന്ന കാര്യമാണ് ആദ്യം ശ്രമകരമായൊരു പ്രവർത്തനമായി ഫയർഫോഴ്സിന് മുന്നിലുള്ള ഒരു വെല്ലുവിളിയായി അവർക്ക് മുന്നിലുണ്ടായിരുന്നത്. അത് ഇപ്പോൾ അതിനുള്ള അവസാനവട്ട ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനകം തന്നെ മുകളിലേക്ക് വെള്ളം എത്തിച്ചുകൊണ്ട് നിലവിൽ തീ പടർന്നുകൊണ്ടിരിക്കുന്നത് കത്തിക്കൊണ്ടിരിക്കുന്നത് കൂടി അണയ്ക്കാനായാൽ പൂർണ്ണമായും തീ അണയ്ക്കാനാവും. എന്തായാലും ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമായിരിക്കുന്നു. തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിരിക്കുന്നു. അറിയാം. തിരുവനന്തപുരം കിഴക്കേക്കോട്ടയിൽ കെട്ടിടത്തിന് തീപിടിച്ചു. പ്രമുഖ വസ്ത്രശാലയുടെ ഗോഡൌണാണ് തീപിടിച്ചത്. 15 ഫയർഫോഴ്സ് യൂണിറ്റുകൾ തീയണയ്ക്കാൻ ഇപ്പോഴും ശ്രമം തുടരുകയാണ്. തീ പടരുന്നത് നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് അവസാനം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. മറ്റു വാർത്തയിലേക്ക്. അങ്കമാലിക്ക് സമീപം കറുകുറ്റിയിൽ തിരുവനന്തപുരം മംഗലാപുരം മലബാർ എക്സ്പ്രസ് പാളം തെറ്റി. AC കോച്ച് ഉൾപ്പെടെ 12 ബോഗികളാണ് പാളം തെറ്റിയത്. പുലർച്ചെ 2:16 അപകടം. പാളത്തിലുണ്ടായ വിള്ളലാണ് അപകട കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു. അപകടത്തെ തുടർന്ന് ട്രെയിൻ ഗതാഗതത്തിന് നിയന്ത്രണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 8:40 തിരുവനന്തപുരത്ത് നിന്ന് പുറപ്പെട്ട തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ്സാണ് അങ്കമാലിക്കും ഇരിങ്ങാലക്കുടയ്ക്കും ഇടയ്ക്ക് കറുകുറ്റിയിൽ പാളം തെറ്റിയത്. പുലർച്ചെ 2:15 അപകടം. സ്ലീപ്പർ കോച്ചുകളായ S4 മുതൽ S12 വരെയും ഒരു AC കോച്ചുമടക്കം 12 കോച്ചുകളാണ് പാളം തെറ്റിയത്. അപകട സമയത്ത് ട്രെയിനിലുണ്ടായിരുന്ന ചീഫ് ടിക്കറ്റിംഗ് ഇൻസ്പെക്ടർ രാമചന്ദ്രൻ നായർ. ഞാൻ കോച്ചിനകത്ത് തന്നെ ഉണ്ടായിരുന്നു. ഞാനിങ്ങനെ ഒരു വലിയൊരു ഷേക്കിൽ നിന്നങ്ങനെ ഞെട്ടി ഉണർന്നപ്പോഴെന്ന് വെച്ചാൽ അങ്ങനെ പാസഞ്ചേഴ്സ് എല്ലാം ബഹളം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നോർമലി എൻ്റെ സൗണ്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി ട്രാക്കിൽ നിന്ന് താഴെ ഇറങ്ങിയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ പാനിക് ആവേണ്ട ആവശ്യമില്ല. കാരണം സാധാരണ ആക്സിഡൻറ്റിൻ്റെ ഈ മൂർച്ച കൂടുന്നതെന്ന് വെച്ചാൽ പാസഞ്ചേഴ്സ് പേടിച്ച് ഇങ്ങോട്ട് ഓടാറുണ്ട്. ഓടി അപകടങ്ങൾ ധാരാളം ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങളെല്ലാവരും തന്നെ അതിനകത്തുണ്ടായിരുന്ന പാസഞ്ചേഴ്സ് തന്നെ ബഹളം ഉണ്ടാക്കേണ്ട പ്രശ്നമൊന്നുമില്ല. സീരിയസ് ആയിട്ടുള്ള കേസല്ല. ഇത് ട്രാക്കിൽ നിന്ന് താഴെ ഇറങ്ങിയാണ്. വലിയ ഇഞ്ചുറി ഒന്നും വരില്ല എന്ന് പറഞ്ഞ് അങ്ങനെ ആൾക്കാർ ശാന്തരായതിനു ശേഷമാണ് ഞങ്ങൾ വെളിയിലേക്ക് നോക്കുന്നത്. തലനാരിഴയ്ക്കാണ് വൻ ദുരന്തം ഒഴിവായത്. മംഗലാപുരം എക്സ്പ്രസിന് പിന്നാലെ 10 മിനിറ്റ് വ്യത്യാസത്തിൽ ചെന്നൈ എക്സ്പ്രസ് ഇതുവഴി കടന്നു പോകേണ്ടിയിരുന്നു. എന്നാൽ സ്റ്റേഷൻ മാസ്റ്ററുടെ സമയോചിതമായ ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കി. മറുട്രാക്കിലെ ചല്ലിയിൽ ഇടിച്ചു ചരിഞ്ഞതല്ലാതെ കോച്ചുകൾ മറിയാതിരുന്നതും ഭാഗ്യമായി. യാത്രക്കാരെല്ലാം സുരക്ഷിതരാണെന്നും റെയിൽവേ അധികൃതർ വ്യക്തമാക്കി. സംഭവ സ്ഥലത്തേക്ക് ബസ്സുകൾ എത്തിച്ച് യാത്രക്കാരെ ഇവിടെ നിന്ന് സുരക്ഷിതമായി മാറ്റി. DRM പ്രകാശ് ഭട്ട്, സീനിയർ DSO ജെറിൻ ആനന്ദ് അടക്കം റെയിൽവേ ഉന്നത ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. പരിശോധനയ്ക്ക് ശേഷം അട്ടിമറി സാധ്യത പൂർണ്ണമായും ഉന്നത സംഘം തള്ളിക്കളഞ്ഞു. ദക്ഷിണ റെയിൽവേ ഡെപ്യൂട്ടി GM PK മിശ്ര. Because we have seen the pieces of rail are fractured pieces of rail are available. That cannot be due to sabotage.
ഷൊർണൂരിൽ നിന്നും എറണാകുളത്ത് നിന്നും 2 ക്രെയിനുകൾ എത്തിച്ച് കോച്ചുകൾ ഉയർത്തുന്ന ജോലി സ്ഥലത്ത് പുരോഗമിക്കുകയാണ്. 200 മീറ്ററോളം പാളം തകർന്നു പോയിട്ടുണ്ട്. ഇത് ഏറ്റവും വേഗം പുനഃസ്ഥാപിക്കാനുള്ള നടപടികളും പുരോഗമിക്കുന്നു. വൈകുന്നേരത്തോടെ എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിൻ ഗതാഗതം ഭാഗികമായെങ്കിലും പുനഃസ്ഥാപിക്കാമെന്ന പ്രതീക്ഷയിലാണ് റെയിൽവേ ഉദ്യോഗസ്ഥർ. ക്രെയിൻ ഉപയോഗിച്ച് ഒരു ബോഗി ഉയർത്താൻ ഏതാണ്ട് 1 മണിക്കൂറിലധികം തന്നെ സമയമെടുക്കുന്നുണ്ട്. ഇത്തരത്തിൽ 12 ബോഗികളും ഉയർത്തിയതിനു ശേഷം പാളത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കും ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായി പുനഃസ്ഥാപിക്കാൻ സാധിക്കുകയുള്ളൂ. ഇത് നാളെ രാവിലെയെങ്കിലും സാധിക്കുമോ എന്നുള്ള കാര്യം സംശയവുമാണ്. കറുകുറ്റിയിൽ നിന്നും അഭിലാഷ് നിലമ്പൂരിനൊപ്പം അലക്സ് റാം മുഹമ്മദ്. മംഗലാപുരം എക്സ്പ്രസ് പാളം തെറ്റിയതിനെ തുടർന്ന് സംസ്ഥാനത്തെ റെയിൽവേ ഗതാഗതം താറുമാറായി. 21 ട്രെയിനുകൾ റദ്ദാക്കി, 6 ട്രെയിനുകൾ ഭാഗികമായും റദ്ദാക്കുകയും ദീർഘദൂര ട്രെയിനുകൾ ഉൾപ്പെടെ 7 ട്രെയിനുകൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു. അതേസമയം യാത്രാക്ലേശം പരിഹരിക്കുന്നതിനായി KSRTC അധിക സർവീസുകൾ നടത്തുന്നുണ്ട്. തിരുവനന്തപുരം മംഗലാപുരം എക്സ്പ്രസ് പാളം തെറ്റിയതിനെ തുടർന്ന് സംസ്ഥാനത്തെ റെയിൽവേ ഗതാഗതം മൊത്തത്തിൽ താളം തെറ്റി. വിവിധ സ്റ്റേഷനുകളിൽ നിന്ന് പുറപ്പെടേണ്ടിയിരുന്ന 21 ട്രെയിനുകൾ റദ്ദാക്കി. തിരുവനന്തപുരം ഭാഗത്തു നിന്നുള്ള 6 ട്രെയിനുകൾ എറണാകുളത്ത് യാത്ര അവസാനിപ്പിച്ചു. 5 ട്രെയിനുകൾ ഭാഗികമായി റദ്ദാക്കി. 7 ട്രെയിനുകൾ വഴിതിരിച്ചുവിട്ടു. തിരുവനന്തപുരം ഗോരഖ്പൂർ രപ്തിസാഗർ എക്സ്പ്രസ്, കന്യാകുമാരി മുംബൈ ജയന്തി ജനത എക്സ്പ്രസ്, കന്യാകുമാരി ബംഗളൂരു ഐലൻഡ് എക്സ്പ്രസ്, ആലപ്പുഴ ധൻബാദ് എക്സ്പ്രസ്, ന്യൂഡൽഹി തിരുവനന്തപുരം കേരള എക്സ്പ്രസ്, തിരുവനന്തപുരം ഹൈദരാബാദ് ശബരി എക്സ്പ്രസ്, തിരുവനന്തപുരം ഗുവാഹത്തി എക്സ്പ്രസ് എന്നീ ട്രെയിനുകളാണ് തിരുനെൽവേലി വഴി തിരിച്ചുവിട്ടത്. പല ട്രെയിനുകളുടെയും സമയം പുനഃക്രമീകരിച്ചിട്ടുണ്ട്. കാലത്ത് 9:50 ട്രെയിനാണ്, ഇപ്പം അത് 7 മണിയായി. അതും ഷെഡ്യൂൾ ക്ലിയർ ആയിട്ടില്ല എന്നാണ് കിട്ടിയ വിവരം. വലിയ ബുദ്ധിമുട്ട് തന്നെയാണ്. പെട്ടെന്ന് ഇപ്പം പോകാമെന്ന് ഉദ്ദേശിച്ച് വന്നവർക്കെല്ലാം സമയങ്ങൾ തെറ്റി. ഇപ്പോഴാണ് അറിയുന്നത് ട്രെയിൻ ക്യാൻസലാക്കിയെന്ന്. ബസ് പിടിച്ച് പാലക്കാട്ടേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ. പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് തിരുവനന്തപുരം കോഴിക്കോട് ഭാഗങ്ങളിൽ നിന്ന് എറണാകുളത്തേക്ക് സ്പെഷ്യൽ ട്രെയിനുകൾ ഓടിക്കുന്നുണ്ട്. ടിക്കറ്റ് എടുത്ത യാത്രക്കാർക്ക് റീഫണ്ടിനുള്ള സൗകര്യവും റെയിൽവേ ഒരുക്കിയിട്ടുണ്ട്. യാത്രക്കാർക്കായി സംസ്ഥാന സർക്കാരും സമയോചിതമായ ഇടപെടൽ നടത്തി. മുഖ്യമന്ത്രി റെയിൽവേ അധികൃതരുമായി ബന്ധപ്പെട്ട സ്ഥിതിഗതികൾ വിലയിരുത്തി. KSRTCക്ക് അധിക സർവീസുകൾ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തിരുവനന്തപുരത്തു നിന്നും ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് KSRTC പ്രത്യേക സർവീസുകൾ നടത്തുന്നുണ്ട്. തിരക്കുണ്ടാവുന്നതനുസരിച്ച് കൂടുതൽ സർവീസ് അയക്കുന്നതിന് വേണ്ടി ഞങ്ങൾ മറ്റ് ഡിപ്പോകളിൽ നിന്ന് അധിക സർവീസുകൾ അയക്കുന്നതിന് വേണ്ടി ബസ് വിളിച്ചിട്ടുണ്ട്. എറണാകുളം, തൃശൂർ, പാലക്കാട് എന്നിവിടങ്ങളിൽ നിന്നും സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്കും KSRTC അധിക സർവീസുകൾ നടത്തും. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. പീപ്പിൾ എക്സ്ക്ലൂസീവ്. ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസ് ഫോഴ്സിനെ RSS രാഖി കെട്ടിച്ചു. മാവേലിക്കര ക്യാമ്പിനുള്ളിലാണ് മഹിളാ മോർച്ചയുടെ പരിപാടി. യൂണിഫോം ധരിച്ച അർദ്ധസൈനികരെയാണ് മഹിളാ മോർച്ച രാഖി കെട്ടിച്ചത്. യൂണിഫോം അണിഞ്ഞ സൈനികരെ RSS പരിപാടിക്ക് വിധേയമാക്കിയതിൽ സേനയ്ക്കുള്ളിലും അതൃപ്തി. മാവേലിക്കര ചാരുമൂട് ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിന്റെ ക്യാമ്പിനുള്ളിലാണ് BJPയുടെ മാവേലിക്കര മണ്ഡലത്തിന്റെ കീഴിലുള്ള യുവമോർച്ച പ്രവർത്തകർ കയറി യൂണിഫോമിലുള്ള ഉദ്യോഗസ്ഥരെ രക്ഷാബന്ധൻ കെട്ടിച്ചത്. ക്യാമ്പിനുള്ളിൽ കയറി ഇത്തരത്തിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രചരണം നടത്താൻ പാടില്ല എന്ന കർശന നിർദ്ദേശം സേനയ്ക്കുള്ളിലുണ്ടെങ്കിലും BJPയുടെ ഭീഷണിയും സമ്മർദ്ദത്തെയും തുടർന്നാണ് സൈനികർ മൗനാനുമതി നൽകിയത്. സാധാരണക്കാർക്ക് അകത്ത് കടന്നു കയറി ചെല്ലാൻ പോലും അനുമതിയില്ലാത്ത ക്യാമ്പിനുള്ളിലാണ് RSS BJP പ്രവർത്തകർ കയറി രാഷ്ട്രീയ പ്രചരണം നടത്തിയത്. ഇതിനെതിരെ സേനയ്ക്കുള്ളിൽ നിന്ന് തന്നെ ശക്തമായ എതിർപ്പ് ഉയർന്നു വരുന്നുണ്ട്. സംഭവം വിവാദമായതോടെ ഇതിന്റെ പൂർണ്ണ റിപ്പോർട്ടും ഉന്നത ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെട്ടതായിട്ടാണ് സൂചന. RSSന്റെ ഇത്തരം വർഗീയ പ്രവർത്തനങ്ങൾക്കെതിരെ യുവജന സംഘടനകളും ഇന്ന് ITBP ക്യാമ്പിലേക്ക് പ്രതിഷേധ മാർച്ചും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഷജഹാൻ, ന്യൂസ് ബ്യൂറോ, ആലപ്പുഴ. അർദ്ധസൈനികരെ രാഖി കെട്ടിച്ച വിഷയം ഗൗരവതരമെന്ന് കൊടിക്കുന്നിൽ സുരേഷ്. അനുമതിയില്ലാതെയാണ് പ്രവേശിച്ചതെങ്കിൽ നടപടി വേണം. വിഷയം ITBP ഡയറക്ടറൽ ജനറലിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുമെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. ITBP എന്നൊരു പാരാമിലിറ്ററി ഫോഴ്സാണ്. അവിടെ ചില ചിട്ടവട്ടങ്ങളും ഡിസിപ്ലിൻ സംവിധാനങ്ങളും ഉണ്ട്. അപ്പോൾ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് എങ്ങനെയാണ് RSSന്റെ പ്രവർത്തകർ രക്ഷാബന്ധൻ കെട്ടുന്നതിന് വേണ്ടി അതിനകത്ത് കയറിയത്? എല്ലാ സെക്യൂരിറ്റി സുരക്ഷിതത്വവും പാലിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അവരുടെ അറിവോടുകൂടിയാണോ, കമാൻഡിംഗ് ഓഫീസറുടെ അനുമതി ലഭിച്ചിട്ടുണ്ടോ, അതിന് നേരത്തെ അവർ അനുമതി ചോദിച്ചിട്ടുണ്ടോ, അതോ അനുമതി ഇല്ലാതെ അകത്ത് കടന്നതിനെയൊക്കെ സംബന്ധിച്ച് വ്യക്തമായ കാര്യം പുറത്തു വരേണ്ടതായിട്ടുണ്ട്. ഇത് കമാൻഡിംഗ് ഓഫീസർ അവിടുത്തെ കമാൻഡൻറ്റുമായിട്ട് ITBP ബറ്റാലിയൻ കമാൻഡൻറ്റുമായിട്ട് സംസാരിച്ച് ഇതിൻ്റെ യഥാർത്ഥ വസ്തു എന്താണെന്ന് മനസ്സിലാക്കുന്നതാണ്. അത് അനധികൃതമായിട്ട് അല്ലെങ്കിൽ അനുവാദമില്ലാതെയാണ് അവരകത്ത് കയറിയതെങ്കിൽ തീർച്ചയായും അവരുടെ പേരിൽ നടപടി എടുക്കേണ്ടതാണ്. അത് തീർച്ചയായും ഗവൺമെൻറ് ശ്രദ്ധയിൽ കൊണ്ടുവരും, അല്ലെങ്കിൽ ITBPയുടെ DG ഡയറക്ടർ ജനറലിന്റെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതാണ്. റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനമായ താരങ്ങൾക്ക് സച്ചിൻ ടെണ്ടുൽക്കറുടെ സമ്മാനം. PV സിന്ധുവിനും സാക്ഷി മാലിക്കിനും ദിബ കർമാക്കറിനും സിന്ധുവിന്റെ പരിശീലകൻ പുലേല ഗോപിചന്ദിനുമാണ് സച്ചിൻ BMW കാർ സമ്മാനമായി നൽകിയത്. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ അഭിമാനമായ താരങ്ങൾക്ക് ക്രിക്കറ്റ് ഇതിഹാസം സച്ചിൻ ടെണ്ടുൽക്കറുടെ സമ്മാനം. ബാഡ്മിന്റൺ താരം PV സിന്ധുവിനും
ഗുസ്തി താരം സാക്ഷി മാലിക്കിനും ജിംനാസ്റ്റിക്സ് താരം ദിബ കർമാക്കറിനും സിന്ധുവിന്റെ പരിശീലകൻ പുലേല ഗോപിചന്ദനുമാണ് സച്ചിൻ BMW കാർ സമ്മാനമായി നൽകിയത്. ഹൈദരാബാദിലെ ഗോപിചന്ദ് ബാഡ്മിന്റൺ അക്കാദമിയിൽ നടന്ന ചടങ്ങിലാണ് സച്ചിൻ 4 പേർക്കും കാറിന്റെ താക്കോൽ കൈമാറിയത്. റിയോ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഗുഡ്വിൽ അംബാസിഡർ കൂടിയായിരുന്നു സച്ചിൻ. റിയോയിൽ സിന്ധു വെള്ളിയും സാക്ഷി വെങ്കലവും നേടിയപ്പോൾ ദിബ കർമാക്കർ ജിംനാസ്റ്റിക്സിൽ അഭിമാനകരമായ 4ാം സ്ഥാനം സ്വന്തമാക്കിയിരുന്നു. മുമ്പ് സിന്ധു 19-ാം വയസ്സിൽ താഴെയുള്ളവരുടെ ഏഷ്യൻ ചാമ്പ്യനായപ്പോൾ സച്ചിൻ സ്വിഫ്റ്റ് കാർ സമ്മാനിച്ചിരുന്നു. തന്റെ സഹോദരൻ സച്ചിന്റെ വലിയ ആരാധകനാണെന്നും സച്ചിനോടൊത്തുള്ള കുടുംബ ഫോട്ടോയ്ക്ക് അവസരം നൽകണമെന്നുമുള്ള സാക്ഷിയുടെ ആവശ്യം സച്ചിൻ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്തു. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV.